ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് വോട്ടെടുപ്പിന് ബാക്കിയുള്ളത്. അവിടെ NDAക്കെതിരെയുള്ളത് മഹാസഖ്യമാണ്. പക്ഷേ ഇപ്പോൾ ആ സഖ്യത്തിന് മഹാതർക്ക സഖ്യം എന്ന പേര് വരികയാണ്. മറ്റൊന്നും കൊണ്ടല്ല, സ്ഥാനാർത്ഥി പത്രിക പിൻവലിക്കാനുള്ള ദിവസം കഴിഞ്ഞിട്ടും അവിടെ ഇപ്പോഴും മഹാസഖ്യത്തിലെ പാർട്ടികൾ തമ്മിൽ മത്സരിക്കുന്ന അവസ്ഥയാണുള്ളത്. 9 ഇതുപോലെ മത്സരം വന്നിരിക്കുകയാണ്. ഈ 9 മാത്രമല്ല ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക, അതിൻ്റെ പ്രശ്നങ്ങൾ മറ്റ് മണ്ഡലങ്ങളിലേക്കും വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവുമൊക്കെ വലിയ പ്രചാരണം നടത്തിയ ഒരു സംസ്ഥാനമാണ് എന്നോർക്കുക. ഈ അടുത്ത കാലത്ത് ഭരണപക്ഷത്തെ, പ്രത്യേകിച്ച് BJPയെ ബാക്ക് ഫുട്ടിലേക്ക് മാറ്റിയ ഒരു വലിയ സമരമായിരുന്നു അത്. അങ്ങനെ ഒരു പോസിറ്റീവായ ഒരു ഘടകം നിൽക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ മുന്നണിയിലെ തർക്കം തിരഞ്ഞെടുപ്പിൻ്റെ വിജയത്തെ അല്ലെങ്കിൽ ഫലത്തെ തന്നെ ബാധിക്കുമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഏറ്റവും ഒടുവിലായി JMM വരെ വല്ലാത്ത, അതായത് ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറുകയാണ്. ഇത് ഇന്ത്യ മുന്നണിയിലൊക്കെ വലിയ പ്രശ്നമുണ്ടാക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി അവർ കൊടുത്തിരിക്കുകയാണ്. അതേസമയം രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കാണുന്നത് അദ്ദേഹം ജിലേബിയും ലഡുവും ഉണ്ടാക്കുന്ന വീഡിയോവുമാണ്. അപ്പോൾ ഈ പറയുന്ന ഇത്രയും കാലം കൊണ്ടുവച്ച്, അതായത് അവസാനം വെച്ച് കലമുടക്കിയാന്നൊക്കെ പറയുമല്ലോ, ഇലക്ഷനിൽ ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. പക്ഷേ ഒരു യൂണിറ്റി കാണിക്കാൻ പോലും ഈ സഖ്യത്തിന് സാധിക്കുന്നില്ലേ? അല്ല, അത് പിന്നെ നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയം നോക്കുമ്പോഴേ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJPയുടെ വളർച്ച നോക്കുമ്പോൾ കാണുന്നൊരു കാര്യം, BJPയുടെ ഇലക്ട്രൽ തിരഞ്ഞെടുപ്പ് വിജയങ്ങൾ ഉണ്ടായിട്ടുള്ളത് എപ്പോഴും പ്രതിപക്ഷ അനൈക്യത്തിലാണ്. BJPയുടെ പെർഫോമൻസ് എന്നതിനേക്കാൾ പ്രതിപക്ഷ അനൈക്യത്തിലാണ്. ബീഹാറിൽ തന്നെ നമ്മൾ കാര്യം എടുക്കുക, ബീഹാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മുന്നണികൾ NDAയും ഈ മഹാഗഡ്ബന്ധനും, ഗ്രാൻഡ് അലയൻസും. NDAയിലെ പ്രധാനപ്പെട്ട പാർട്ടി ഏതാണ്? JDU. ഗ്രാൻഡ് അലയൻസിലെ പ്രധാനപ്പെട്ട പാർട്ടി ഏതാണ്? RJD. ഇതെന്തായിരുന്നു? ഇത് രണ്ടും ഒരേ ജനതാദൾ എന്ന് പറയുന്ന ജനതാ പരിവാറിൻ്റെ ഭാഗമായിരുന്നു. ഇന്ത്യയിൽ നമ്മൾ എടുത്തു നോക്കൂ, അപ്പുറത്തെ സംസ്ഥാനമായിട്ടുള്ള ഒറീസയിൽ എടുക്കുക, ഒറീസയിലെ പ്രധാന പാർട്ടി ഏതാണ്? BJD. അത് ജനതാദളിൽ നിന്ന് പോയതാണ്. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ്, അതെന്താണ്? കോൺഗ്രസ്സിൽ നിന്ന് പോയതാണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തെലങ്കാനയിൽ വന്നാൽ BRS കോൺഗ്രസ്സിൽ നിന്ന് പോയതാണ്. മഹാരാഷ്ട്രയിൽ NCP കോൺഗ്രസ്സിൽ നിന്ന് പോയതാണ്. എന്ന് വെച്ചാൽ പ്രതിപക്ഷത്തെ പിളർപ്പുകളും അനൈക്യങ്ങളുമാണ് എപ്പോഴും ഇന്ത്യയിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് രാഷ്ട്രീയമായ ഗ്യാപ്പുകൾ ഉണ്ടാക്കി കൊടുത്തു. ആ ഗ്യാപ്പുകളിലൂടെ ഇങ്ങനെ കയറും, ചെറിയ രീതിയിൽ കയറും, പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യും, വീണ്ടും കയറും, പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യും. അങ്ങനെയാണ് ഇന്നത്തെ ഒരു അവസ്ഥയിലെത്തിയത്. അപ്പോൾ ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ എന്ന് പറയുന്ന അടിസ്ഥാനപരമായി പ്രതിപക്ഷ അനൈക്യത്തിലാണ് അതിൻ്റെ വേരുകൾ കിടക്കുന്നത്. അല്ലാതെ ഇന്ത്യക്കാർ മൊത്തം RSSൻ്റെ ഐഡിയോളജിയൊക്കെ മനസ്സിലാക്കി ഇത് കൊള്ളാവുന്ന അടിപൊളിയാണ് എന്ന് വിചാരിച്ച് BJPക്ക് വോട്ട് ചെയ്യുകയല്ല. അപ്പോൾ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വ്യക്തിമാരാന്ന് വെച്ചാൽ ഇതേ പ്രതിപക്ഷ പാർട്ടികളാണ്. അവരെയാണ് ED പിടിച്ചുകൊണ്ട് വന്നത്, അവരാണ് ജയിലിൽ കിടക്കുന്നത്. അപ്പോൾ അത് ഒരു ഘട്ടം കടന്ന് തീവ്രമായപ്പോഴാണ് ഇങ്ങനെ പോയാൽ പറ്റില്ല, നമുക്കൊരു അലയൻസ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ അലയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏർപ്പാടുണ്ടാക്കുന്നത്. അതൊരു ഒരു വെൽ നിറ്റഡ് അലയൻസ് ഒന്നുമല്ല, അതൊരു ലൂസ് കോർഡിനേഷൻ മാത്രമാണ്. പക്ഷേ ആ ഒരു ലൂസ് കോർഡിനേഷനായിട്ട് പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് ഗംഭീരമായി പെർഫോം ചെയ്തു. നമ്മൾ കാണുന്നത് ജനറൽ ഇലക്ഷനിൽ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. അത് NDA പോലെ ഒരു കൊഹസീവ് ഒരു നിലയ്ക്കൊരു കൊഹസീവ് അലയൻസ് ആയിരുന്നില്ല. അതിൽ ഘടകകക്ഷികൾ പല സംസ്ഥാനങ്ങളും പരസ്പരം മത്സരിച്ചിട്ടുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ വിരുദ്ധ മുന്നണികളായിരുന്നിട്ടുണ്ട്. എന്നിട്ടും അവർ ദേശീയ തലത്തിൽ മികച്ച മുന്നേറ്റം ഉണ്ടാക്കി. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇന്ത്യക്കാർക്ക് വേണം, ഇങ്ങനൊരു സംഗതി വേണം, ഇവരെ തടഞ്ഞു നിർത്താൻ ഒരു ബലമുള്ള ശക്തിയുള്ള ഒരു ശക്തി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആഗ്രഹത്തിനൊത്ത് ഉയരുവാൻ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല. അതുതന്നെയാണ് ബീഹാറിലും സംഭവിക്കുന്നത്. ബീഹാറിൽ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം BJP ആണ്, അല്ല NDA ആണ് അവിടെ ഭരിക്കുന്നത്. പക്ഷേ അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ മനസ്സിലാക്കിയാൽ ഭരിക്കുന്ന NDAയുടെ അവർക്ക് ലഭിച്ചിട്ടുള്ള വോട്ട് ഷെയർ 37.26 ആണ്, 37.26. പ്രതിപക്ഷത്തുള്ള മഹാഗഡ്ബന്ധന് കിട്ടിയിരിക്കുന്നത് 37.23 ആണ്. എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് എത്രയാണ് നൗഫലെ? 0.3 വോട്ടിൻ്റെ ഡിഫറൻസിലാണ് അവർക്ക് ഭരണം നഷ്ടപ്പെട്ടത്. അത് സീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 125 സീറ്റാണ് NDAക്കുള്ളത്, 110 സീറ്റാണ് മഹാഗഡ്ബന്ധനുള്ളത്. എന്ന് പറഞ്ഞാൽ അല്പമൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ വളരെ എളുപ്പം ഭരണം പിടിക്കാമായിരുന്നതാണ്. പക്ഷേ അത് നടന്നില്ല. എന്തുകൊണ്ടാണ്? ഇത് സീറ്റ് ഷെയറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ
അവർക്കത് സാധിക്കുന്നില്ല. അവർക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം സംഘടന, ഇപ്പോൾ ഇന്നലെ മിനിയാന്ന് കണ്ടില്ലേ, ലാലു പ്രസാദിൻ്റെ വീട്ടിൽ വന്നിട്ട് മുമ്പിൽ വന്നിട്ട് നിലത്ത് കിടന്ന് ഉരുളുകയാണ് ആ ഒരു RJD ലീഡർ. ഈ നിലക്ക് സ്വന്തം അനുയായികളെ നിലക്ക് നിർത്താൻ പറ്റാത്ത സീറ്റ്, ഇപ്പോൾ ഒരു ഘടകകക്ഷിക്ക് സീറ്റ് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? സീറ്റില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അത് ആ പാർട്ടിയോടുള്ള വിദ്വേഷം കൊണ്ടല്ല. അവിടെ ഇപ്പോൾ ആ സീറ്റ് CPMLന് വിട്ടുകൊടുക്കുകയാണ്, അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ ഈ അവിടുത്തെ സ്ഥാനാർത്ഥി മോഹിയെ എങ്ങനെ മാനേജ് ചെയ്യും? ഇതാണ് പ്രശ്നം. അഥവാ വിട്ടുകൊടുത്തെന്ന് വിചാരിക്കുക, അവൻ എന്താവും? സ്വതന്ത്രമായിട്ട് മത്സരിക്കും. ഇങ്ങനെയൊക്കെയുള്ള പല പരിപാടികളുണ്ട്. അപ്പോൾ ഇത് വളരെ നിർണായകമായൊരു തിരഞ്ഞെടുപ്പാണിത്. ഈ ബീഹാറിന് ഞാൻ മുമ്പ് പലവട്ടം ഔട്ട് ഓഫീസ് പറഞ്ഞിട്ടുണ്ട്, ഹിന്ദി ഹൃദയഭൂമിയിൽ BJPക്ക് മുഖ്യമന്ത്രി, ഇതുവരെ BJPക്ക് ഒരു മുഖ്യമന്ത്രിയെ കൊടുക്കാത്ത ഏക ഹിന്ദി സംസ്ഥാനമാണത്. അവിടെ ഈ ഇലക്ഷനിൽ NDA മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നിതീഷ് കുമാറിനെയാണ് വെക്കുന്നതെങ്കിലും ഏറ്റവും കൂടുതൽ സീറ്റുകൾ വിജയിക്കാൻ പോകുന്നത് BJP ആയിരിക്കും. ഒരു പക്ഷേ ഒരു 2.5 വർഷം ഈ ടേം NDA ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ തുടക്കത്തിൽ നിതീഷ് തന്നെയായിരിക്കും മുഖ്യമന്ത്രി. പക്ഷേ പിന്നെ മത്സരിക്കുന്ന സീറ്റുകൾ ഒരേപോലെ BJP തന്നെയായിരിക്കും അപ്പർ ഹാൻഡ് അതിനകത്ത് എടുക്കുക. ഇപ്പം BJPക്ക് തന്നെയാണ് അപ്പർ ഹാൻഡ്, അതുകൂടെ മനസ്സിലാക്കണം. അവരുടെ ഒരു മുഖ്യമന്ത്രി വരും, അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ ആ നിലക്ക് അതോടുകൂടി ഈ ഹിന്ദി ഹൃദയഭൂമി കംപ്ലീറ്റ് ആയിട്ട് പിടിക്കുക എന്ന് പറയുന്ന ആ ടാസ്ക് പൂർത്തീകരിച്ച് കഴിയും. പക്ഷേ ആ ഒരു ഗൗരവം പ്രതിപക്ഷം മനസ്സിലാക്കുന്നില്ല. ഇനി ഗൗരവം മനസ്സിലായിട്ടും അതിനെ മറികടക്കാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ദൗർബല്യമാണ് ബീഹാറിൽ കാണുന്നത്. ബീഹാർ എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ദാവൂദ് സൂചിപ്പിച്ച പോലെ തന്നെ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു സംസ്ഥാനമാണ്. കാരണം തേജസ്വി യാദവിൻ്റെ ഒരു സാന്നിധ്യമൊക്കെ അവിടെ വളരെയധികം ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. പക്ഷേ അപ്പോഴും ഇവർക്ക് ഈ സീറ്റ് കാര്യത്തിൽ ഒരു ധാരണയിലെത്താൻ പോലും പറ്റാത്തത് എന്തുകൊണ്ടായിരിക്കും? ഇപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെയും നമുക്കതിന് വ്യാഖ്യാനിക്കാമല്ലോ, സീറ്റ് മോഹികളുടെ എണ്ണം കൂടുന്നത് ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയുടെ വിജയസാധ്യത കൂടി എന്നുള്ളത് കൊണ്ട് കൂടിയാകുമോ? 20 വർഷം കഴിഞ്ഞ ഒരു സർക്കാർ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഒരു ആൻറ്റി ഇൻകംബൻസിയിൽ തോറ്റ് പുറത്തു പോകും. അപ്പോൾ നമ്മൾ എന്തായാലും സർക്കാർ വരാൻ പോവുകയാണ്, അപ്പോൾ നമുക്ക് എന്തായാലും MLA ആവണം എന്നൊക്കെ വിചാരിക്കുന്ന അധികാരമോഹികളാണല്ലോ എല്ലായിടത്തും ഈ പറഞ്ഞ മത്സരത്തിന് വേണ്ടി സമ്മർദ്ദം, പിന്നീട് വിമതത്വം ഒക്കെ ആയിട്ട് വരുന്ന ആൾക്കാർ. പക്ഷേ അത് പരിധി വിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗുണം ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ ബെനിഫിഷ്യറി ആയിരിക്കും അപ്പുറത്ത് മത്സരിക്കുന്ന BJP JDU സഖ്യമായിരിക്കും. ഇവിടെയുള്ള പ്രശ്നം അതാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസിനോട് പരിധി കഴിഞ്ഞ് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തത്? ഇപ്പോൾ നേരത്തെ ദിവസമേ പറഞ്ഞില്ല, നാരോ എഡ്ജിലാണ് ആര് ജയിക്കുന്നത്. കഴിഞ്ഞ തവണ NDA അധികാരത്തിൽ വരുന്നത്. കഴിഞ്ഞ തവണ കോൺഗ്രസ് മത്സരിച്ച സീറ്റെണ്ണത്താണ് 70 സീറ്റിലാണ് മത്സരിച്ചത്, ജയിച്ചത് 17 സീറ്റിലാണ് ആകെ. അപ്പോൾ കോൺഗ്രസിന് അവിടെ പെർഫോം ചെയ്യാൻ കഴിഞ്ഞ എത്രയാണോ അത് കോൺഗ്രസ് മനസ്സിലാക്കണം. അവിടുത്തെ ഏറ്റവും വലിയ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി ഏതാണ്? RJD ആണ്. അവിടുത്തെ ഏറ്റവും പോപ്പുലർ ലീഡർ ആരാണ്? തേജസ്വി യാദവാണ്. ഏറ്റവും അവസാനം തന്ന അഭിപ്രായ സർവേയിലും ആരാണ് മുഖ്യമന്ത്രി ആവണമെന്ന് ചോദിക്കുമ്പോൾ 40% അധികം ആൾക്കാർ പറയുന്നത് തേജസ്വി യാദവ് മുഖ്യമന്ത്രി ആകണം എന്നാണ്. അതിൽ 15% കുറവ് ആളുകളാണ് ആവശ്യപ്പെടുന്നത് വീണ്ടും വേണമെങ്കിൽ നിതീഷ് കുമാർ വന്നോട്ടെ എന്ന്. നിതീഷ് കുമാറിൻ്റെ പാർട്ടി അവിടുത്തെ ഏറ്റവും സ്വാധീനമുള്ള പാർട്ടികളൊന്നാണ്. പക്ഷേ ആ പാർട്ടിയുടെ സ്വാധീനം ഇല്ലാതാവുന്നൊന്നും BJP ഇൻവേഡ് ചെയ്യുന്ന ആൾക്കാർ പൊതുവെ വിചാരിക്കുന്നു. എല്ലാ സർവേ റിപ്പോർട്ട്സും പറയുന്നതാണ്. ഇപ്പോൾ ഈ കാണുന്ന സീറ്റ് വിഭജനം കാണുമ്പോൾ ആൾക്കാർ മനസ്സിലാക്കുന്നതാണ്, നേരത്തെ എപ്പോഴും RJDക്ക് ഒരു എഡ്ജ് ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ 101 ഒരുമിച്ച് ഒരേപോലെ വീതം വെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ BJPയും RJDയും JDUവും തുല്യാതുല്യം എന്ന നിലയ്ക്കാണ് സീറ്റ് വിഭജനം. JDUവിൻ്റെ ഒരുപാട് സീറ്റുകൾ ആരെടുത്തു? BJP എടുത്തു. അപ്പോൾ അത് കാണുന്ന ആൾക്കാർ അങ്ങനെ ഇനി JDUവിന് പ്രത്യേകിച്ചൊരു എഡ്ജൊന്നും ഇല്ല, അവർക്കൊരു അപ്രമാദിത്വമൊന്നുമില്ല, അവർ തീർന്നുകൊണ്ടിരിക്കുകയാണ്, അവരെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാവുന്നു. സോ അപ്പോൾ കുറച്ചൊരു പവർഫുൾ പാർട്ടി, പ്രാദേശിക പാർട്ടി ഏതാണെന്ന ചോദ്യത്തിന് അവർ സ്വാഭാവികമായിട്ട് RJDയെ കാണുന്നുണ്ട്. അപ്പോൾ ആ സാധ്യതയെ പ്രയോജനപ്പെടുത്താൻ കാത്തിരിക്കുന്നു RJD അല്ലെങ്കിൽ അവരുടെ മഹാഗഠബന്ധൻ. അതിലേക്ക് കോൺഗ്രസ് നിരന്തരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. അവരുടെ ഹൈക്കമാൻഡ് പറഞ്ഞിട്ട് പോലും അവിടുത്തെ നേതാക്കൾ കേൾക്കുന്നില്ല. അപ്പം ആ പാർട്ടിയുടെ ഒരു സെക്രട്ടറിനെ ഓടിച്ചിട്ടടിക്കുക, എയർപോർട്ടിൽ തല്ലാണ് കുറേ പേര് വന്നിട്ട്. അപ്പോൾ എങ്ങനെയാണ് അവർക്ക് ഈ സന്ദർഭത്തെ, പിന്നെ കോൺഗ്രസ് എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെയാണ് അല്ലേ, ഇതിനേക്കാളും വലിയ തോതിലുള്ള ഡ്രാമ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഒന്നാമത് അത് ഓൾറെഡി ഈ ഛിദ്രം സംഭവിച്ചു കഴിഞ്ഞു. ഇനി അവരതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നതാണ്. തേജസ്വി പറയുന്നത് പത്രിക പിൻവലിക്കാനുള്ള 23-ാം തീയതി വരെ സമയമുണ്ട്, ആ സമയം കഴിയുമ്പോഴത്തേനും എല്ലാം ഞങ്ങൾ സെറ്റിൽ ചെയ്യുന്നതാണ്. എളുപ്പമുള്ള കാര്യമൊന്നും ആയിരിക്കില്ല. പക്ഷേ കോൺഗ്രസ്സിലെ ഈ സീറ്റ് മോഹികൾ, അധികാരമോഹികൾ, അവരെ ഒരു പക്ഷേ തേജസ്വി യാദവിൻ്റെ ഒരുതരം പോപ്പുലാരിറ്റി കൊണ്ട് ചിലപ്പോൾ അയാൾക്ക് മറികടക്കാൻ കഴിഞ്ഞെങ്കിലായി. കാരണം RJD ആൾക്കാർ ഇപ്പോഴും വാല്യൂ ചെയ്യുന്നുണ്ട്, നിരന്തരമായി സാമൂഹിക പ്രശ്നങ്ങളൊക്കെ ഇടപെടുകയും അപ്പോൾ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന എല്ലാ വീട്ടിലും ഒരാൾക്ക് തൊഴിൽ, അതുപോലെ തന്നെ അഗ്നിവീർ പോലെ ഉള്ള പദ്ധതികൾ കൊണ്ടുവന്ന് നിങ്ങളുടെ തൊഴിൽ സാധ്യതയെ നഷ്ടപ്പെടുത്തിയ നരേന്ദ്രമോദി അഡ്മിനിസ്ട്രേഷനും നയത്തിനെതിരായിട്ടുള്ള നമ്മുടെ പ്രഖ്യാപനമാകണം ഈ തെരഞ്ഞെടുപ്പ്, അതിന് വലിയ കയ്യടിയെ കിട്ടുന്നുണ്ട് അവിടെ. പിന്നെ 10-20 വർഷമായല്ലോ ഒരു സർക്കാർ. അതിനുശേഷം ഇപ്പോൾ അവിടെ ഒരു കണക്കുകളാണ് പറയുന്നത്, ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിൽ തേടി പുറത്തേക്ക് പോയ 20 വർഷമാണ് ബീഹാറിൽ. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കാനെന്ന പേരിൽ പുറത്തു പോയിട്ട് തിരിച്ചു വരാതിരിക്കുന്ന 20 വർഷമാണ്. വ്യവസായങ്ങളുടെ തളർച്ച കണ്ട കാലമാണ്.
ആ ചോദ്യം ചോദിക്കുമ്പോഴെല്ലാം അവർ അതിന് മുമ്പ് JDU വരുന്നതിന് മുമ്പുള്ള കാലം എന്തായിരുന്നു, ജംഗിൾ രാജ് അല്ലേ ലാലുവിൻ്റെ കാലത്തൊന്നും ചോദ്യമുള്ളൂ, അല്ലാതെ ഇപ്പോൾ അവരുടെ മുമ്പിൽ വെക്കാൻ വികസനത്തിൻ്റെ കണക്കുകളും പേപ്പറൊന്നുമില്ല. പിന്നെ JDUവിൻ്റെ അധ്യക്ഷൻ നിതീഷ് കുമാർ പണ്ട് ഭയങ്കര പിന്നായിരുന്ന വലിയ കിങ് മേക്കറായ ആളായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഭയങ്കരമായി ദുർബലപ്പെട്ടല്ലോ. ഇന്ത്യയോട് പൂർണ്ണമായും വിധേയപ്പെട്ടാണ് അദ്ദേഹം പോകുന്നത്. ആരോഗ്യപരമായിട്ടും അദ്ദേഹം ദുർബലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്തും പലതരത്തിലുള്ള അധികാര കേന്ദ്രങ്ങളിൽ ശബ്ദം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. സോ ആ നിലയ്ക്ക് ദുർബലമാണ്. പിന്നെ BJP ആണ്. BJP എന്ന് പറയുമ്പോൾ BJPയുടെ എപ്പോഴത്തെയും വലിയ സെല്ലിംഗ് പോയിന്റ് അതിദേശീയത പോലുള്ള സാധനമാണ്. ബഹൽഗാം ആക്രമണത്തൊക്കെ അവിടെ കൊണ്ടുവന്ന് ഭയങ്കരമായിട്ട് സെല്ല് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ബീഹാർ അതിനെ പൂർണ്ണമായും എടുക്കുമോ എന്ന ചോദ്യമുണ്ട്. ബീഹാർ അത് നല്ല സമയത്ത് പോലും നല്ല സമയത്ത് അതിൻ്റെ ഒരു സെക്യുലർ താല്പര്യം എപ്പോഴും കാണിച്ചിട്ടുള്ള ഒന്നാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച സംസ്ഥാനത്തുള്ള പ്രത്യേകതയൊക്കെയുണ്ട്. അതുകൊണ്ട് എന്നാലും എനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു ഫിഗർ പ്ലസ് തേജസ്വി യാദവ് എന്ന് പറഞ്ഞ ഒരു ഫിഗർ, ഈ രണ്ടിനെയും ജനങ്ങൾ വാല്യൂ ചെയ്താൽ മാത്രമേ അവർക്ക് അതിനകത്ത് മറികടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ ചിതറുന്ന വോട്ടുകൾ ചിതറുകയും അതിൻ്റെ ആനുകൂല്യം BJP നേടുകയും ചെയ്യും. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാമല്ലോ, ബീഹാറിലെ ഇലക്ഷൻ സത്യം പറഞ്ഞാൽ സമീപ ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും അവിശ്വാസത്തിൻ്റെ നിഴൽ വീണ് കിടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെ ഒരു സുതാര്യമായിട്ടാണോ നടക്കുക എന്ന് ജനത്തിന് നല്ല സംശയമുണ്ട്. ജനത്തിന് മാത്രമല്ല, ആ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന പ്ലെയേഴ്സായിട്ടുള്ള ആൾക്കാർക്കുണ്ട്. നമ്മൾ മുന്നൊരു കളിക്കിരിക്കുമ്പോൾ അതിപ്പോൾ ദാവ് സാഹിബ് ജയിക്കും, നമ്മളെന്തായാലും ജയിക്കില്ല, നമ്മൾ തീരുമാനിച്ച് കളിക്കിറങ്ങുമ്പോൾ പ്രശ്നമുള്ളൂ. ആ അവിശ്വാസ പ്രശ്നം ജനങ്ങൾക്കും പ്ലെയേഴ്സിനും എല്ലാം ഉള്ള ഇലക്ഷനാണ്. അപ്പോൾ ഓൾറെഡി ആ നിലയ്ക്ക് BJP ജയിച്ചേക്കുമെന്ന് എല്ലാവരും വിചാരിക്കുന്ന ഒരു ഇലക്ഷൻ അവിടെയാണ് ഈ ഇതുകൂടെ ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കിയുള്ള പ്രശ്നം എന്നറിയോ? ഇനിയിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള മോശം സംഗതികൾ ഉണ്ടായാൽ പോലും അതിൻ്റെ പഴിയൊത്ത് ഇതിൽ വന്ന് ചാരും. അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടി രാഷ്ട്രീയമായ പ്രബുദ്ധത കാണിക്കാൻ കഴിയുന്ന ബീഹാറാണ് സ്ഥലം അല്ലേ. അവിടെ ഇപ്പോൾ പോയിട്ട് നാളെ അച്ചടക്ക നടപടി എന്നൊരു ആൾക്കാരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. സോ അവർ മുന്നോട്ട് വെക്കുന്ന കോസ്റ്റ് കൊണ്ട് ജയിക്കാൻ പറ്റുമെങ്കിൽ ജയിക്കട്ടെ. അത് ഇനി അവരുടെ മുമ്പിലുള്ള സാധ്യതയുള്ളൂ. യെസ്, 50 ലക്ഷത്തിലധികം വോട്ടുകൾ വെട്ടിമാറ്റിയൊരു സംസ്ഥാനം കൂടിയാണെന്ന് ഓർക്കുക. അപ്പോൾ വോട്ടെടുപ്പിൽ ഇതൊക്കെ ഏത് രീതിയിലാണ് വരിക എന്നുള്ള കാത്തിരുന്ന് തന്നെ കാണും.